ഞങ്ങളിന്ന് പോണത് മാമലക്കണ്ടം മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രിപ്പിന് പോണേ. ഞാനും എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ മോളും ആണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബസ്സിൽ കയറിയത്. പുലർച്ചെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. വേറെ ആരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളാണ്, ആൾക്കാർ അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ബുക്ക് ചെയ്തപ്പോൾ തന്നെ സീറ്റില്ലെന്ന് പറഞ്ഞാണ്. പിന്നെ സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് കയറി. അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തെത്തിയപ്പോൾ ഓരോരുത്തരെ കയറ്റി. അങ്ങനെ പരസ്പരം ആരും അറിയാത്ത ആൾക്കാർ തമ്മിലാണ്, നമ്മൾക്ക് യാതൊരു പരിചയമില്ല ആരുമായിട്ടും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേന്ന്. ആരും തമ്മിൽ അധികം പരിചയമോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ ഈ ട്രിപ്പ് എങ്ങനെ എൻജോയ് ചെയ്യും, ഇതാരും അറിയില്ലല്ലോ, പരസ്പരം അറിയാത്ത ആൾക്കാരാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നപ്പോൾ ഒരു സ്ഥലത്തെത്തി. നമ്മളവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഇതിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിച്ചിട്ടില്ലാത്ത കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അപ്പോഴും ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒക്കെ ഇരിക്കണേന്. അങ്ങനെ എല്ലാം കുറേ സാധനങ്ങളൊക്കെ കഴിക്കാണ്ടായി. വേറെ ഒന്നുമില്ല, പൊറോട്ട, കടലക്കറി, വെള്ളയപ്പം, മുട്ട റോസ്റ്റ്, പിന്നെ ചായ ഉണ്ടായിരുന്നു. എല്ലാം എല്ലാവരും കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ആ ബസ്സിലുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത്. അങ്ങനെ എല്ലാവരും കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഒരു കോർഡിനേറ്റർ ഉണ്ട്. ആൾ നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മളെല്ലാവരെയും പരസ്പരം തമ്മിൽ പരിചയപ്പെടുത്തുകയും നമ്മൾ അത് കാരണം എല്ലാവരും പാട്ടും കൈകൊട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ചെന്നെത്തിയത് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന അണക്കെട്ടിലാണ്. അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങൾ വന്ന ബസ്സാണിത്. ബസ്സിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ടാണ് ബസ്സിൻ്റെ പേര് വെച്ചിരിക്കുന്നത്. ഒരു ഉല്ലാസയാത്ര തന്നെയായിരുന്നു ശരിക്കും ഞങ്ങൾക്കിത്. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി. അപ്പോഴും നമ്മൾ അത്ര അധികമായിട്ടൊന്നും കമ്പനി ആയിട്ടില്ല ആൾക്കാരായിട്ട്. എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ അണക്കെട്ടിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടന്ന് അങ്ങനെ പതുക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നിന്നിട്ട് ബസ് തിരിച്ചു വരും. ഞങ്ങളോടൊക്കെ അവിടെ റെഡിയായി നിന്നു, കണ്ട് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബസ് ഞങ്ങളവിടെ ഇറക്കിയിട്ട് പോയി. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ട് പരസ്പരം ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാവരും അങ്ങനെ നല്ലതായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണേന്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ക്രോസ് ചെയ്യലും നടക്കലും ഓരോന്ന് കാഴ്ചകളൊക്കെ കാണലും ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേന്. ഈ യാത്ര നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നൊരു യാത്രയാണ്. അത് നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതെങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ബസ്സിൽ കയറിയത്. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് നമ്മുടെ പ്രതീക്ഷകളൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് സന്തോഷം കിട്ടിയൊരു യാത്രയാണിത്. അത്രയും നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഇതിൽ ബസ്സിൽ കയറിയ എല്ലാവരും, എല്ലാ ആൾക്കാരും പരസ്പരം ആരും അറിയാത്ത ആൾക്കാരാണ്. ബസ്സിൽ കയറിക്കഴിഞ്ഞ് ഓരോരുത്തരെ പരിചയപ്പെട്ടപ്പോഴാണ് കുറച്ച് വിഭാഗം റവന്യൂ വകുപ്പിൽ പെട്ട റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും, റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ, പിന്നെ കുറച്ച് യോഗ ക്ലാസ്സിലെ ആൾക്കാർ, പിന്നെ കുറച്ച് സാധാരണ ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർ, എല്ലാവരും കൂടിയായിരുന്നു. ഒരു അടിപൊളി യാത്ര എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളുണ്ടായിരുന്നു, കുട്ടികൾ 1-2 പേര് വേറെ ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും എല്ലാവരും കൂടി കൂടി നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു ഇത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. പിന്നെ ഞങ്ങളെ ഈ പരിപാടി ഇത് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഈ ആളാണ്. ആൾ പുള്ളിയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. ആള് ഇതേപോലെ പാട്ട് പാടുകയും മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാനായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്ത് അതിലുള്ള സാറന്മാരൊക്കെ ഓരോരുത്തർ മാറി മാറി മൈക്ക് വാങ്ങി പാടി. ഞങ്ങളും എല്ലാവരും പിന്നെ അന്താക്ഷരി കളിക്കലും പിന്നെ ഒന്നും പറയണ്ട, നല്ലൊരു മേളമായിരുന്നു ബസ്സിൻ്റെ അകത്ത്. അത്രയും നല്ലൊരു എൻജോയ്മെൻ്റാണ്. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പോകാത്തവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പോകണം. എല്ലാവരും പോയി ഇതുപോലെ നമുക്ക് പോയി നമ്മുടെ കയ്യിൽ ഒതുങ്ങണ പൈസ കൊണ്ട് പോയി തിരിച്ച് വരാൻ പറ്റുന്ന ഒരു അടിപൊളി യാത്രയാണിത്. ഫുഡാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വൈകിട്ടുള്ള ചായയും സ്നാക്സും എല്ലാം നല്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതേപോലെ സുരക്ഷിതമായിട്ട് നമ്മളെ കൊണ്ടുപോയ ഡ്രൈവറാണെങ്കിലും നല്ലൊരു ഡ്രൈവറാണ്. സൂക്ഷിച്ച് നല്ല രീതിയിലൊക്കെ നല്ല ഇതിലാണ് വണ്ടി ഓടിച്ച് നമ്മളെ കൊണ്ടുപോയതൊക്കെ. അപ്പോൾ അതും എല്ലാം നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഓരോ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം, ഞങ്ങൾ എവിടെയൊക്കെ പോയി ഇറങ്ങി എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സ്ഥലത്താണ്. ഞങ്ങൾ പന്നപ്ര
ആദിവാസി കോളനി ആ ഭാഗത്ത്. അവിടെ ഇറങ്ങിയില്ല, നമ്മൾ അവിടെ നിന്ന് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ പോണത്. ആ പോകുന്ന യാത്രയൊക്കെ നല്ല അടിപൊളി യാത്രയാണ്. ഞങ്ങൾ ഇതുവരെ ഇതുപോലെ പോയിട്ടില്ല. കാടും അരുവിയും എല്ലാം ഉണ്ട്. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ഇപ്പം ഞങ്ങൾ ചെന്നിട്ട് ആനയൊന്നും കണ്ടില്ല, പക്ഷെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. ഇതിൽ നല്ലൊരു ജംഗിൾ സഫാരി ആയിരുന്നു എന്തായാലും. നല്ലൊരു അടിപൊളി യാത്രയാണ്. ആരും ഇത് മിസ് ചെയ്യരുത്, പോകാത്ത ആൾക്കാരോട് പറഞ്ഞാൽ. അത്രയും നല്ലൊരു എൻജോയ്മെൻറ്റിൽ നമ്മൾ പോയി തിരിച്ച് വന്ന യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാറിലിരുന്ന് പോയാലൊന്നും ഇത്രയും ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ബസ്സിലിരുന്നു കൊണ്ട് നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ യാത്ര എൻജോയ് ചെയ്തേക്കുന്നതെന്ന്. അടിപൊളി അടിപൊളി സംഭവമായിരുന്നു എന്തായാലും. പിന്നെ ഇപ്പോൾ നമ്മൾ ഇറങ്ങണത് എന്താ കുരങ്ങുമല എന്ന് പറയുന്ന സംഭവമാണ്. ഏണിപ്പാറ ആ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയേക്കണത്. ഇവിടെയും നല്ല അടിപൊളി സ്ഥലമാണ്. ഒന്നും പറയാൻ പറ്റില്ല, അത്ര നല്ല സ്ഥലമാണെന്ന്. ഒന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ കുറച്ച് പിള്ളേരവിടെ ടൂറിസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവർ വന്ന് ഞങ്ങളുടെ ബസ് വന്ന് നിന്നതിന് ശേഷം അവരൊക്കെ പോയി. ഇതാണ് നമ്മുടെ ഡ്രൈവർ, ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കണത്. പുള്ളി നല്ല രീതിയിലാണ് വണ്ടി ഓടിച്ചതും നല്ല സൂക്ഷിച്ചും എല്ലാവരെയും നല്ല കെയറിങ്ങോടുകൂടിയാണ് വണ്ടി ഓടിച്ചവിടെ ഞങ്ങൾ ഫുള്ളും എല്ലായിടത്തും കറക്കി തിരിച്ചെത്തിച്ചത്.
ഇവരെല്ലാവരും നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളുടെ യാത്ര. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. നല്ല ബുദ്ധിമുട്ടുള്ള റോഡാണ് കേട്ടോ അതിലെ വണ്ടി ഓടിച്ച് പോകാനൊക്കെ. അതുപോലെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പോകുന്ന വണ്ടിയെ മാറ്റി കൊടുത്തിട്ട് വേണം മറ്റേ വണ്ടിക്ക് പോകാൻ. അത്രയേ ഉള്ളൂ വഴിയൊക്കെ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട്. നല്ല പതുക്കെയാണ് വണ്ടി ഓടിച്ച് നമ്മൾ സൂക്ഷിച്ച് ഒക്കെ ആയിട്ട് കൊണ്ടുപോണത്. ഇതാണ് ജംഗിൾ സഫാരി, നമ്മുടെ കാടിൻ്റെ ഇടയിലൂടെയുള്ള യാത്ര.
അടുത്തതായിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അടുത്താണ്. സ്കൂള് 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുന്നിൽ കുറച്ച് കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വെയിലും ഒക്കെ കാരണം ദാഹിച്ചപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാനും മറ്റൊക്കെ ആയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വെള്ളത്തിന് വെയിറ്റ് ചെയ്തിട്ട്. ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങൾക്കും ഇങ്ങനെയുള്ള യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ KSRTC ബസ്സിൽ അടിപൊളി യാത്രയായിട്ട് നമുക്ക് ഇനിയും പോകാമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ.